രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയ നേതാവല്ലെന്നും മുഖ്യമന്ത്രിയാകാൻ അയോഗ്യതയില്ല എന്നും കെ സുധാകരൻ. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള നേതാവാണ് രമേശ് ചെന്നിത്തലയെന്ന് ഒരു സ്വകാര്യ ചാനലിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. VD സതീശനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിനെതിരെയും സുധാകരൻ പ്രതികരിച്ചു. വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ശരിയായില്ല, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും ഇന്നലെ കടന്നു വന്ന നേതാവായ ആളല്ല, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് തുടക്കമെന്നും സുധാകരൻ പറഞ്ഞു. VD സതീശൻ അഹങ്കാരിയായ നേതാവാണെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. പക്വതയും മാന്യതയുമില്ല. സതീശൻ പ്രതിപക്ഷ നേതാവായതോടെ പാർട്ടിയിൽ ഗ്രൂപ്പുകൾ കൂടിയെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചിരുന്നു. അധികാര വടംവലിക്ക് വേണ്ടി എല്ലാം കളഞ്ഞു കുളിക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടേത്. രമേശിന് സംസ്ഥാനത്ത് വേണമെങ്കിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാം. വെള്ളാപ്പള്ളിയെ ഞങ്ങൾ വിചാരിച്ചാൽ നല്ല നടപ്പ് നടത്താൻ കഴിയുമോ എന്നും KPCC അധ്യക്ഷൻ ചോദിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരായ CPM പോളിറ്റ് ബ്യൂറോ അംഗം MV വിജയരാഘവന്റെ പരാമർശത്തിനെതിരെയും സുധാകരൻ വിമർശനം ഉന്നയിച്ചു. വിജയരാഘവന് ലജ്ജയില്ലേ? എന്തു രാഷ്ട്രീയത്തിന്റെ പേരിലാണ് പ്രിയങ്കയ്ക്കെതിരെ വിജയരാഘവന്റെ പ്രസംഗം? വിജയരാഘവനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തിരുത്തുന്നില്ല എന്നും കെ സുധാകരൻ ചോദിച്ചു. അംബേദ്കറെ അപമാനിച്ച അമിത്ഷായുടെ പ്രസംഗം അപലപനീയമാണെന്നും സുധാകരൻ പറഞ്ഞു. ജനാധിപത്യത്തിനെതിരായ കൊലവിളിയാണ് അമിത്ഷായുടെ പ്രസംഗം. BJPയും CPMഉം കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. മാടായി കോളേജ് നിയമന വിവാദത്തിൽ ഇരു കൂട്ടരുടെ സസ്പെൻഷൻ പിൻവലിക്കും. നിയമനത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഭരണസമിതിയാണ്. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു ജീവനൊടുക്കിയ സംഭവത്തെക്കുറിച്ച് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും സുധാകരൻ പറഞ്ഞു.